السلام عليكم ورحمة الله وبركاته. الحمد لله. اللهم صل على محمد وعلى آل محمد. أما بعد. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് ഉറക്ക് എന്ന് പറയുന്ന നിഅമത്ത്. വമിൻ ആയാതിഹി മനാമുക്കും ബില്ലൈലി, അള്ളാഹുവിൻ്റെ അത്ഭുതകരങ്ങളായ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് നിങ്ങൾ രാത്രിയിൽ ഉറങ്ങുന്നത്. അതുപോലെ തന്നെ വജഅൽനാ നൗമക്കും സുബാത, നിങ്ങളുടെ ഉറക്കിനെ അവൻ ഒരു വിശ്രമമാക്കി തന്നില്ലേ എന്ന് അള്ളാഹു നമ്മോട് ചോദിക്കുന്നുമുണ്ട്, നമ്മെ അറിയിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വലിയ നിഅമത്താണ് ഉറക്ക്. എത്രത്തോളം വലിയ അനുഗ്രഹമാണ് ഉറക്ക് എന്ന് ആരും ഇന്ന് ആരെയും പറഞ്ഞറിയിക്കേണ്ടതില്ല. ഒന്ന് ഉറങ്ങാൻ കഴിയാത്ത എത്രയോ ആളുകൾ ഇന്ന് ലോകത്തുണ്ട്. അവർക്ക് എല്ലാ വിധത്തിലുള്ള സൗകര്യങ്ങളുമുണ്ട്, സംവിധാനങ്ങളുമുണ്ട്, എല്ലാ രൂപത്തിലുള്ള ആധുനിക അലങ്കാരങ്ങൾക്കും നടുവിൽ തന്നെയാണ് അവരുള്ളത്, സൗകര്യങ്ങൾക്കും നടുവിൽ തന്നെയാണുള്ളത്. പക്ഷേ ഉറങ്ങണമെങ്കിൽ സ്ലീപ്പിംഗ് പിൽസിനെ ആശ്രയിക്കേണ്ടി വരുന്നു, ഉറക്ക് ഗുളിക കഴിക്കേണ്ടി വരുന്നു. ഇത്തരം ഒരു സാഹചര്യം ഇന്ന് ഒരുപാട് ആളുകൾ അനുഭവിക്കുന്നുണ്ട്. ഉറക്കൊന്ന് കുറഞ്ഞു പോയാൽ തന്നെ മനുഷ്യൻ അനുഭവിക്കുന്ന ഉത്കണ്ഠ എത്രയാണ്, അവൻ അനുഭവിക്കുന്ന മാനസികമായ വിഷമങ്ങൾ എത്രയാണ്. അതവൻ്റെ ജീവിതത്തെ തന്നെ ബാധിക്കുന്ന ഒരവസ്ഥയാണ്. ഉറങ്ങാൻ കഴിയാതെ കിടന്നാൽ തന്നെ പെട്ടെന്ന് ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയും, ഇനി അഥവാ ഉറങ്ങിയാൽ തന്നെ പെട്ടെന്ന് പിന്നെ ഞെട്ടി ഉണർന്ന് പിന്നെ ഉറങ്ങാൻ ആവാതിരിക്കുകയും, അങ്ങനെ ഒരു ആവശ്യമായ തോതിൽ ഒരു ഡീപ്പായ ഒരു സുഖകരമായ ഉറക്ക് കിട്ടാതെയൊക്കെ ഇരിക്കുന്നത് എത്രയോ ആളുകൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യം യാഥാർത്ഥ്യമാണ്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഉറങ്ങുവാൻ സാധിക്കുന്നു എങ്കിൽ അത് അള്ളാഹു തരുന്ന വലിയ ഒരു നിഅമത്താണ്. ആ നിഅമത്ത്, അത് റഹ്മാനായ റബ്ബ് നമ്മുടെ ജീവിതത്തിൽ ആ ഒരു നിഅമത്ത് നമ്മൾ അനുഭവിക്കുമ്പോൾ അള്ളാഹുവിനോട് നമ്മൾ നന്ദിയുള്ളവരായി മാറണം. ഉറക്കത്തിന്റെ സന്ദർഭത്തിൽ ഉറങ്ങുന്നത് പോലും ഒരു സൽക്കർമ്മമായി മാറ്റുവാൻ വിശ്വാസി വിചാരിച്ചാൽ സാധിക്കുമെന്നാണ്. മഹാനായ മുആദ് റളിയല്ലാഹു തആല അൻഹുവിനെ യമനിലേക്ക് അള്ളാഹുവിൻ്റെ റസൂൽ ഒരിക്കൽ ഒരു കാര്യത്തിൻ്റെ ആവശ്യാർത്ഥം ഗവർണറായിക്കൊണ്ട് അങ്ങോട്ട് നിയോഗിച്ചയച്ചപ്പോൾ അവിടുത്തേതായ ജീവിത രീതികളെ സംബന്ധിച്ച് പിന്നീടുള്ള വിവരണങ്ങളിൽ കാണാം, ഞാൻ രാത്രിയിൽ കുറച്ചു സമയം നിസ്കരിക്കും, പിന്നീട് ഉറങ്ങും, പിന്നെയും എഴുന്നേറ്റ് നിസ്കരിക്കും എന്നൊക്കെ. എന്താണ് അപ്രകാരം ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ, എൻ്റെ ഉറക്ക് പോലും എനിക്ക് സൽക്കർമ്മമായി മാറണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്, അഹ്തസിബു നൗമത്തി, എൻ്റെ ഉറക്കിൽ നിന്നും ഞാൻ പ്രതിഫലം പ്രതീക്ഷിക്കുകയാണ്. കമാ അഹ്തസിബു ഖൗമത്തി, എൻ്റെ നിസ്കാരത്തിലൂടെ ഞാൻ പ്രതിഫലം പ്രതീക്ഷിക്കുന്നത് പോലെ എൻ്റെ ഉറക്കിലൂടെയും ഞാൻ പ്രതിഫലം പ്രതീക്ഷിക്കുകയാണ്. അങ്ങനെ സംഭവിക്കുമോ? അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. വിശ്വാസി ഉറങ്ങുമ്പോൾ അവനൊരു നല്ല ഉദ്ദേശമുണ്ടായിരിക്കണം. എനിക്ക് തഹജ്ജുദിന് എഴുന്നേൽക്കണം, എനിക്ക് നേരത്തെ എഴുന്നേൽക്കണം, എനിക്ക് സുബഹി നിസ്കരിക്കാൻ ജമാഅത്തിനെത്തണം, കറക്റ്റ് സമയത്ത് അത് നിർവഹിക്കണം. അതേപോലെ തന്നെ എനിക്ക് ഇബാദത്ത് ചെയ്യുവാനുള്ള ആരോഗ്യമുണ്ടാവണമെങ്കിൽ ശരിയാം വിധം ഞാൻ ഉറങ്ങിയിരിക്കണം. അതുകൊണ്ടൊക്കെ ആ വിധത്തിലുള്ള നല്ല ഉദ്ദേശങ്ങളോടുകൂടി ഇസ്ലാമികമായൊരു ബോധത്തോടെ അതിൻ്റെ മര്യാദകളോടെ ഒരാൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ അയാൾക്ക് ഉണരുന്നത് വരെ അയാളുടെ ഉറക്ക് പോലും ഒരു സൽക്കർമ്മമായി രേഖപ്പെടുത്തുന്നു എന്നുള്ളതാണ്. അത് ആ രൂപത്തിൽ മനസ്സിൽ ഒരു ചിന്ത നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ഉറക്ക് പോലും ഒരു സൽക്കർമ്മമായി മാറും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നേരെ മറിച്ചാണെങ്കിലോ ശിക്ഷയും ഉണ്ടാകും. ഒരാൾ വേഗം കിടന്നുറങ്ങുന്നത് എന്തിനാണ്? പെട്ടെന്ന് അലാറം വെച്ച് എഴുന്നേൽക്കണം, അല്ലെങ്കിൽ ഇന്ന സമയത്ത് വേഗത്തിൽ എഴുന്നേറ്റ് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത എന്തോ അവന് കണ്ട് ആനന്ദിക്കണം, അല്ലെങ്കിൽ റബ്ബിന് ഇഷ്ടമില്ലാത്ത ഏതോ ഒരു പ്രവൃത്തിയിലേക്ക് അവന് വേഗം പോകണം. അതിനുവേണ്ടി പെട്ടെന്ന് ഉറങ്ങുകയാണ്. ആ വിധത്തിൽ, അല്ലെങ്കിൽ തിന്മകൾ കണ്ടും കേട്ടും ആസ്വദിച്ചും കൊണ്ട് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത നിലക്കുള്ള കാര്യങ്ങൾ കേട്ടും ആസ്വദിച്ചും കൊണ്ടൊക്കെയാണ് അവൻ ഉറങ്ങുന്നത്. അവൻ്റെ ആ ഉറക്ക് പോലും അവന് തിന്മയായിട്ടാവും രേഖപ്പെടുത്തപ്പെടുക. അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നുമില്ലാതെ, നന്മയും ഉദ്ദേശിച്ചിട്ടില്ല തിന്മയും ഉദ്ദേശിച്ചിട്ടില്ല, കേവലം ഒരു സ്വാഭാവിക ഉറക്കാണെങ്കിൽ അതൊന്നും നന്മയോ തിന്മയോ ആയി മാറില്ല. എന്നാൽ നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ നമ്മുടെ ഉറക്ക് പോലും നമുക്കൊരു നന്മയാക്കി മാറ്റുവാൻ സാധിക്കുമെന്ന് വന്നാൽ അതൊരു ശ്രദ്ധയുള്ളവരായി നമ്മൾ മാറേണ്ടതല്ലേ എന്ന കാര്യമാണ് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുവാനുള്ളത്. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തരുന്ന ഈ അപാരമായ അനുഗ്രഹം നമ്മളിൽ നിന്ന് നഷ്ടപ്പെടാതെ റബ്ബ് നിലനിർത്തി തരുമാറാകട്ടെ. അതിലൂടെയും നമുക്ക് നന്മകൾ നേടിയെടുക്കുവാനുള്ള ഒരു കാരണമാക്കി
അള്ളാഹു നമുക്കത് ആ രൂപത്തിലുള്ള ഒരു പ്രതിഫലം നേടുന്ന വിധത്തിലുള്ള ഉറക്കാക്കി നമ്മെ ആ വിധത്തിലും റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.